ഹായ് ഡിയേഴ്സ്, വെൽക്കം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 8th സ്റ്റാൻഡേർഡിലെ യൂണിറ്റ് 4 ഫ്ലവേഴ്സ് ആൻഡ് ഷവേഴ്സ് എന്നതിലെ 3rd ചാപ്റ്റർ ദ നൈറ്റിംഗേൽ ആൻഡ് ദ റോസ് എന്ന് പറയുന്നൊരു സ്റ്റോറിയാണ്. ദ സ്റ്റോറി ഈസ് റിട്ടൺ ബൈ ഐറിഷ് പോയറ്റ് ഓസ്കാർ വൈൽഡ്. At some point in our life, we realize that nature soothes us and shares our pains. Does nature help us when we are in trouble or in need? Read a story about how nature helps man in times of need. ഇൻട്രൊഡക്ഷനിൽ എന്താണ് പറയുന്നത്? ജീവിതത്തിലെ ചില സമയങ്ങളിൽ പ്രകൃതി നമുക്കൊരാശ്വാസം തരുന്നുണ്ടെന്നും അത് നമ്മുടെ സങ്കടങ്ങളെയൊക്കെ മാറ്റുന്നുണ്ടെന്നും നമുക്ക് തോന്നാറുണ്ടല്ലേ? ഡസ് നേച്ചർ ഹെൽപ്പ് us when we are in trouble or need? ഈ പ്രകൃതി നമ്മളെന്തെങ്കിലും എന്തെങ്കിലും പ്രശ്നത്തിലോ അല്ലെങ്കിൽ നമുക്കൊരു അത്യാവശ്യ സമയത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? അപ്പോൾ നമ്മളോട് പറയുന്നത് ഇവിടെ ഒരു സ്റ്റോറി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റോറിയിൽ പ്രകൃതി എങ്ങനെയാണ് ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ആവശ്യഘട്ടത്തിൽ എങ്ങനെ ഈ നേച്ചർ അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റോറി എന്ന് പറയുന്നത് എ സ്റ്റോറി അബൌട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാൻ ആൻഡ് നേച്ചർ. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്നതാണ് ഈ സ്റ്റോറി. ഷീ സെഡ് ദാറ്റ് ഷീ വുഡ് ഡാൻസ് വിത്ത് മീ ഇഫ് ഐ ബ്രോട്ട് ഹെർ റെഡ് റോസസ്. ഞാൻ അവൾക്ക് റെഡ് റോസ് കൊണ്ടു കൊടുത്താൽ അവൾ എൻ്റെ കൂടെ ഡാൻസ് ചെയ്യും. ക്രൈഡ് ദ യങ് സ്റ്റുഡൻറ്റ്. ഒരു യങ് സ്റ്റുഡൻറ്റ് പറയാണല്ലേ എന്ത്, ഞാൻ അവൾക്ക് റെഡ് റോസ് കൊണ്ടു കൊടുത്താൽ അവൾ എൻ്റെ കൂടെ ഡാൻസ് ചെയ്യും. ബട്ട് ഇൻ ഓൾ മൈ ഗാർഡൻ ദർ ഈസ് നോ റെഡ് റോസ്. പക്ഷേ എൻ്റെ ഗാർഡൻ പൂന്തോട്ടത്തിലൊന്നും ഒരു റെഡ് റോസും ഇല്ല. ഫ്രം ഹെർ നെസ്റ്റ് ഇൻ ദ ഓക്ക് ട്രീ ദ നൈറ്റിംഗേൽ ഹേർഡ് ഹിം. അപ്പോൾ ഒരു ഓക്ക് ട്രീയുടെ താഴെയാണ് ഈ സ്റ്റുഡൻ്റ് ഇരിക്കുന്നത്. ഈ ഓക്ക് ട്രീയുടെ മേലെ ഒരു നെസ്റ്റ് കൂടിൽ ഒരു നൈറ്റിംഗേൽ എന്ന് പറഞ്ഞാൽ രാപ്പാടി ഇവനിത് പറയുന്നത് കേട്ടു. ആൻഡ് ഷീ ലുക്ക്ഡ് ഔട്ട് ത്രൂ ദ ലീവ്സ് ആൻഡ് വണ്ടേർഡ്. എന്നിട്ട് അവൾ ഈ മരത്തിൻ്റെ ഇലകൾക്കിടയിലൂടെ നോക്കിയിട്ട് അത്ഭുതപ്പെട്ടു. നോ റെഡ് റോസ് ഇൻ ഓൾ മൈ ഗാർഡൻ ഹീ ക്രൈഡ്. എൻ്റെ ഗാർഡനിൽ ഒരൊറ്റ റെഡ് റോസ് പോലും ഇല്ല, അവൻ പറഞ്ഞു. ആൻഡ് ഹിസ് ബ്യൂട്ടിഫുൾ ഐസ് ഫിൽഡ് വിത്ത് ടിയേഴ്സ്. എന്നിട്ട് ഇതും പറഞ്ഞുകൊണ്ട് അവൻ്റെ ബ്യൂട്ടിഫുൾ ഐസ് അവൻ്റെ കണ്ണ് നിറയാണ്. ഓൺ വാട്ട് ലിറ്റിൽ തിങ്സ് ഡസ് ഹാപ്പിനെസ് ഡിപ്പെൻഡ്. എത്ര നിസ്സാരമായ കാര്യങ്ങളിലാണ് നമ്മുടെ സന്തോഷം ഇരിക്കുന്നത്. ഐ ഹാവ് റെഡ് ഓൾ ദ വൈസ് മെൻ ഹാവ് റിട്ടൺ ആൻഡ് ഓൾ ദ സീക്രറ്റ്സ് ഓഫ് ഫിലോസഫി ആർ മൈൻ. Yet for want of a red rose in my life made wretched. I have read all the wise men have written. അറിവുള്ള പലരും എഴുതിയത് ഞാൻ വായിച്ചിട്ടുണ്ട്. And all the secrets of philosophy are mine. എനിക്കൊരുപാട് തത്വങ്ങളൊക്കെ അറിയാം. Yet for want of a red rose is my life made wretched. പക്ഷേ ഒരു റെഡ് റോസ് വേണം എന്ന കാരണത്താൽ എൻ്റെ ജീവിതം ആകെ ദുരിതമായിട്ട് മാറി. wretched എന്ന് പറഞ്ഞാൽ ദുരിതമായി. ഹിയർ അറ്റ് ലാസ്റ്റ് ഈസ് എ ട്രൂ ലവർ സെഡ് ദ നൈറ്റിംഗേൽ. അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ നൈറ്റിംഗേൽ രാപ്പാടി ഈ മരത്തിന് മുകളിൽ നിന്ന് ഈ സ്റ്റുഡൻറ്റിനെ വീക്ഷിക്കുകയാണ്. അപ്പോൾ ഈ രാപ്പാടി പറയുന്നത് എന്താണ്? ഹിയർ അറ്റ് ലാസ്റ്റ് ഈസ് എ ട്രൂ ലവർ. അവസാനം ഞാൻ ഒരു ശരിക്കുള്ള ഒരു പ്രണയിതാവിനെ ലവറിനെ കണ്ടെത്തി എന്ന് പറയാണ്. നൈറ്റ് ആഫ്റ്റർ നൈറ്റ് ഐ ഹാവ് സങ് ഓഫ് ഹിം. രാത്രിയിൽ ഞാൻ ഇവന് വേണ്ടി പാടിയിരുന്നു. Though I knew him not, night after night I have told his story to the stars and now I see him. പക്ഷേ അവൻ ആരാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അതുപോലെ തന്നെ രാത്രിയിൽ ഇവൻ്റെ കഥ ഞാൻ നക്ഷത്രങ്ങളോട് പറഞ്ഞു കൊടുക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ അവനെ കാണുന്നു. ഹിസ് ഹെയർ ഈസ് ഡാർക്ക് ആസ് ദി ഹയാസിന്ത് ബ്ലോസം. അവൻ്റെ മുടി ഹയാസിന്ത് പൂത്തുലഞ്ഞ പോലെയാണ്. ഹയാസിന്ത് എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലവറാണ്. ആ ഫ്ലവർ പൂത്ത് നിൽക്കുന്നത് പോലെ കറുപ്പ് നിറമാണ് അവൻ്റെ മുടിക്ക്. ആൻഡ് ഹിസ് ലിപ്സ് ആർ റെഡ് ആസ് ദ റോസ് ഓഫ് ഹിസ് ഡിസയർ. അവൻ ആഗ്രഹിക്കുന്ന റെഡ് റോസിനെ പോലെ ചുവന്നതാണ് അവൻ്റെ ലിപ്സ്. ബട്ട് പാഷൻ ഹാസ് മെയ്ഡ് ഹിസ് ഫേസ് ലൈക്ക് പെയിൽ ഐവറി. പക്ഷേ അവൻ്റെ ഈ ഒരു ആഗ്രഹം അവൻ്റെ മുഖത്ത് വിളറി നിൽക്കുന്നുണ്ട്. ആൻഡ് സോറോ ഹാസ് സെറ്റ് ഹെർ സീൽ അപ്പോൺ ഹിസ് ബ്രോ. അവൻ്റെ വിഷമം അവൻ്റെ പുരികത്തിൽ സീൽ ചെയ്തിട്ടുണ്ട്. സീൽ എന്ന് പറഞ്ഞാൽ മുദ്ര പതിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് അവൻ വിഷമത്തിലാണല്ലേ. ഒരു റെഡ് റോസ് കിട്ടണം, അവൻ്റെ ഗാർഡനിൽ റെഡ് റോസും ഒന്നും ഇല്ല, അപ്പോൾ അത് കിട്ടണം എന്നുള്ളൊരു വിഷമത്തിലാണ് അവൻ.
അപ്പോൾ ഇവിടെ പറയുന്നത് ഈ ബോയിയുടെ ഫീച്ചേഴ്സ് ആണല്ലേ, അവൻ്റെ മുടി എങ്ങനെയാണ്, അവൻ്റെ ലിപ്സ് എങ്ങനെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ദ പ്രിൻസ് ഗിവ്സ് എ ബോൾ ടുമോറോ നൈറ്റ് മർമേർഡ് ദ യങ് ബോയ്. അപ്പോൾ ഈ ബോയ് എന്താണ് പിറുപിറുക്കുന്നത്? മർമർ എന്ന് പറഞ്ഞാൽ പിറുപിറുത്തു. ദ പ്രിൻസ് ഗിവ്സ് എ ബോൾ ടുമോറോ നൈറ്റ്. നാളെ രാത്രി യുവരാജാവ് ഒരു ബോൾ എന്ന് പറഞ്ഞാൽ ഒരു ഇവൻറ്റ്, നൃത്തവിരുന്ന് സംഘടിപ്പിക്കുന്നുണ്ട്. ആൻഡ് മൈ ലവ് വിൽ ബി ഓഫ് ദ കമ്പനി. അവിടെ എൻ്റെ ലവ്, കാമുകയും ഉണ്ടാവും. ഇഫ് ഐ ബ്രിങ് ഹെർ എ റെഡ് റോസ് ഷീ വിൽ ഡാൻസ് വിത്ത് മീ ടിൽ ഡോൺ. ഞാൻ അവൾക്ക് ഒരു റെഡ് റോസ് കൊണ്ടു കൊടുക്കുകയാണെങ്കിൽ അവൾ ഡോൺ എന്ന് പറഞ്ഞാൽ നേരം പുലരുവോളം, പ്രഭാതം വരെ എൻ്റെ കൂടെ ഡാൻസ് ചെയ്യും. ബട്ട് ദർ ഈസ് നോ റെഡ് റോസ് ഇൻ മൈ ഗാർഡൻ. പക്ഷേ എൻ്റെ ഗാർഡനിൽ റെഡ് റോസ് ഒന്നും ഇല്ല. സോ ഐ ഷോൾ സിറ്റ് ലോൺലി ആൻഡ് ഷീ വിൽ പാസ് മീ ബൈ. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കിരിക്കേണ്ടി വരും, അവൾ എൻ്റെ അടുത്ത് കൂടെ കടന്നു പോകും, അവൾ എൻ്റെ കൂടെ ഡാൻസ് ചെയ്യില്ല. ഷീ വിൽ ഹാവ് നോ ഹീഡ് ഓഫ് മീ ആൻഡ് മൈ ഹാർട്ട് വിൽ ബ്രേക്ക്. അവൾ എന്നെ ശ്രദ്ധിക്കില്ല. ഹീഡ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധ. അവൾ എന്നെ ശ്രദ്ധിക്കില്ല. ആൻഡ് അവൾ എൻ്റെ ഹാർട്ട് തകർത്തു പോവും, ഹൃദയം തകർത്തു പോവും. ഹിയർ ഇൻഡീഡ് ഈസ് ദ ട്രൂ ലവർ സെഡ് ദ നൈറ്റിംഗേൽ. അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് നൈറ്റിംഗേൽ പറയാണ്, ഹിയർ ഈസ് ദ ട്രൂ ലവർ. ഇതാണ് ശരിക്കുമുള്ള ഒരു ലവർ. വാട്ട് ഐ സിങ് ഓഫ് ഹീ സഫേഴ്സ്, വാട്ട് ഈസ് ജോയ് ടു മീ ടു ഹിം ഈസ് പെയിൻ. ഞാൻ പാടുന്നുണ്ട്, പക്ഷേ അവൻ വിഷമിക്കുകയാണല്ലേ. എനിക്കെന്താണോ സന്തോഷം അതവന് സങ്കടമാണ്. ദ മ്യൂസീഷ്യൻസ് വിൽ സിറ്റ് ഇൻ ദെയർ ഗാലറി സെഡ് ദ യങ് സ്റ്റുഡൻറ്റ്. മ്യൂസീഷ്യൻസ്, അതായത് ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്യൂലേ, ബോൾ ഒരു ഇവൻ്റ് ആകുമ്പം അവിടെ മ്യൂസീഷ്യൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അവരൊക്കെ ഈ ഗാലറിയിൽ ഇരിക്കും. ആൻഡ് പ്ലേ അപ്പോൺ ദെയർ സ്ട്രിങ്ഡ് ഇൻസ്ട്രുമെൻറ്റ്സ്. എന്നിട്ട് അവിടെ സ്ട്രിങ്ഡ് ഇൻസ്ട്രുമെൻറ്റ്സ്, മ്യൂസീഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ അവർ യൂസ് ചെയ്യും. ആൻഡ് മൈ ലവ് വിൽ ഡാൻസ് ദ സൗണ്ട് ഓഫ് ദി ഹാർപ്പ് ആൻഡ് ദി വയലിൻ. എന്നിട്ട് എൻ്റെ ലവ് ആ മ്യൂസീഷ്യൻസിൻ്റെ ഹാർപ്പ് ആൻഡ് വയലിൻ, ഇത് രണ്ട് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് കേട്ടോ, ഹാർപ്പ് ആൻഡ് വയലിൻ. അപ്പോൾ ഇതിൻ്റെ എല്ലാം സൗണ്ട് കൊണ്ട് അവൾ ഡാൻസ് ചെയ്യും. ഹീ ബറീഡ് ഹിസ് ഫേസ് ഇൻ ഹിസ് ഹാൻഡ്സ് ആൻഡ് വെപ്റ്റ്. അവൻ്റെ കൈ മുഖത്തേക്ക് പൊത്തിയിട്ട് ഒരുപാട് കരഞ്ഞു. ബറീഡ് എന്ന് പറഞ്ഞാൽ മുഖം പൊത്തി, എന്നിട്ട് കരഞ്ഞു. വൈ ഈസ് ഹീ വീപ്പിംഗ് ആസ്ക്ഡ് എ ലിറ്റിൽ ഗ്രീൻ ലിസാർഡ് ആസ് ഹീ റാൻ പാസ്റ്റ് ഹിം വിത്ത് ഹിസ് ടെയിൽ ഇൻ ദ എയർ. അപ്പോൾ അതുവഴി കടന്നുപോയ ഒരു പച്ച ലിസാർഡ് പല്ലി ചോദിച്ചു, വൈ ഈസ് ഹീ വീപ്പിംഗ്, അവൻ എന്തിനാണ് കരയുന്നത്? വൈ ഇൻഡീഡ് വിസ്പേർഡ് എ ഡെയ്സി ടു ഹിസ് നൈബർ ഇൻ എ സോഫ്റ്റ് ലോ വോയിസ്. അപ്പോൾ എന്തിനാണ് എന്ന് അവൻ്റെ അടുത്തുള്ള നൈബറായിട്ടുള്ള ഡെയ്സി പൂവും ചോദിക്കുകയാണ്. ദ നൈറ്റിംഗേൽ സെഡ് ദാറ്റ് ഹി വാസ് വീപ്പിംഗ് ഫോർ എ റെഡ് റോസ്. അപ്പോൾ ഇത് കേട്ടിട്ട് നൈറ്റിംഗേൽ അവരോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഇവൻ കരയുന്നത് ഒരു റെഡ് റോസ്, ഒരു ചുവന്ന റോസിന് വേണ്ടിയിട്ടാണ്. ഫോർ എ റെഡ് റോസ് ദേ ക്രൈഡ്. അപ്പോൾ അവർ ചോദിക്കുകയാണ്, ഫോർ എ റെഡ് റോസ്, ഒരു റെഡ് റോസിന് വേണ്ടിയിട്ടാണ് അവൻ കരയുന്നത്. ഹൗ വെരി റിഡിക്കുലസ് ആൻഡ് ദ ലിറ്റിൽ ലിസാർഡ് ലോഫ്ഡ് ഔട്ട് റൈറ്റ്. ഇതെന്തൊരു തമാശയുള്ളൊരു കാര്യമാണല്ലേ. ഇതും പറഞ്ഞു കേട്ട് ലിസാർഡ് ഉറക്കെ ചിരിക്കുകയാണ്. റിഡിക്കുലസ് എന്ന് പറഞ്ഞാൽ തമാശയുള്ളൊരു കാര്യം. ബട്ട് ദ നൈറ്റിംഗേൽ അണ്ടർസ്റ്റുഡ് ദ സീക്രട്ട് ഓഫ് ദി സ്റ്റുഡൻറ്റ്സ് സോറോ ആൻഡ് ഷീ സാറ്റ് സൈലൻറ്റ് ഇൻ ദ ഓക്ക് ട്രീ ആൻഡ് തോട്ട് അബൌട്ട് ദ മിസ്റ്ററി ഓഫ് ദ ലവ്. നൈറ്റിംഗേലിന് ഈ സ്റ്റുഡൻറ്റിൻ്റെ സങ്കടത്തിൻ്റെ രഹസ്യം മനസ്സിലായി. എന്നിട്ട് അവൾ സൈലൻ്റായിട്ട് ഓക്ക് ട്രീയുടെ മേലിരുന്ന് എന്നിട്ട് ഈ പ്രണയത്തിൻ്റെ ഒരു മിസ്റ്ററി, ഒരു രഹസ്യത്തെക്കുറിച്ചിട്ട് അവൾ ആലോചിക്കുകയാണ്. സഡൻലി ഷീ സ്പ്രെഡ് ഹെർ ബ്രൗൺ വിങ്സ് ഫോർ ഫ്ലൈറ്റ്. പെട്ടെന്ന് അവൾ അവളുടെ ബ്രൗൺ വിങ്സ് പറക്കാൻ വേണ്ടി ഉയർത്തി. ആൻഡ് സോഡ് ഇൻ ടു ദ എയർ. എന്നിട്ട് അവൾ ആകാശത്തിലോട്ട് ഉയർന്നു പൊങ്ങി. ഷീ പാസ്ഡ് ത്രൂ ദ ഗ്രോവ് ലൈക്ക് എ ഷാഡോ. അവൾ ഗ്രോവ് എന്ന് പറഞ്ഞാൽ തോട്ടം, ആ തോട്ടത്തിലൂടെ ഒരു നിഴൽ പോലെ പറന്നു. ആൻഡ് ലൈക്ക് എ ഷാഡോ ഷീ സെയിൽഡ് അക്രോസ് ദ ഗാർഡൻ. എന്നിട്ട് അവൾ ആ ഗാർഡൻ ചുറ്റും പറന്നു. ഇവിടെ ഈ പിക്ചറിൽ നോക്കിയാൽ മനസ്സിലാവും, ഇതാണ് നമ്മുടെ ഓക്ക് ട്രീ. ഇതിൻ്റെ മേലെ ഇവിടെ ഇരിക്കുന്നതാണ് നമ്മുടെ നൈറ്റിംഗേൽ. അതുപോലെ ഓക്ക് ട്രീയുടെ താഴെ ഇരിക്കുന്നതാണ് നമ്മുടെ സ്റ്റുഡൻറ്റ് വിഷമിച്ചിരിക്കുകയാണല്ലേ ഒരു റെഡ് റോസിന് വേണ്ടിയിട്ട്. ഇൻ ദ സെൻറ്റർ ഓഫ് ദ ഗ്രാസ് പ്ലോട്ട് വാസ് എ ബ്യൂട്ടിഫുൾ റോസ് ട്രീ ആൻഡ് വെൻ ഷീ സോ ഇറ്റ് ഷീ ഫ്ലൂ ഓവർ ടു ഇറ്റ്. അങ്ങനെ ഈ നൈറ്റിംഗേൽ പറക്കുന്നതിനിടയ്ക്ക് സെൻറ്റർ ഓഫ് ദി ഗ്രാസ് പ്ലോട്ട്, ഇതിൻ്റെ സെൻറ്ററിൽ ഒരു റോസ് ട്രീ കാണാണ്, ഒരു റോസാ ചെടി കാണുന്നു. ആൻഡ് ഷീ ഫ്ലൂ ഓവർ ടു ഇറ്റ്. എന്നിട്ട് അതിൻ്റെ മേലേക്ക് പറന്നു പോയി. ഗിവ് മീ എ റെഡ് റോസ് ഷീ ക്രൈഡ്. എന്നിട്ട് അവൾ പറഞ്ഞത് എന്താണ്? ഗിവ് മീ എ റെഡ് റോസ്, എനിക്കൊരു റെഡ് റോസ് തരുമോ? ഐ വിൽ സിങ് യു മൈ സ്വീറ്റസ്റ്റ് സോങ്. ഞാൻ നിനക്ക് എൻ്റെ ഏറ്റവും സ്വീറ്റായിട്ടുള്ള ഏറ്റവും മധുരമുള്ള ഗാനം പാടിത്തരാം. ബട്ട് ദ ട്രീ ഷുക്ക് ഇറ്റ്സ് ഹെഡ്. പക്ഷേ ഈ റോസാ ചെടി അതിൻ്റെ തലയാട്ടി. മൈ റോസസ് ആർ വൈറ്റ് ഇറ്റ് ആൻസേർഡ്. എൻ്റെ റോസസ് എല്ലാം വൈറ്റ് കളേർഡാണല്ലേ, അതായത് ആ റോസാ ചെടിയുടെ അടുത്തുള്ളതെല്ലാം വൈറ്റ് റോസാ പൂക്കളാണ്.
ബട്ട് ഗോ ടു മൈ ബ്രദർ ഹു ഗ്രോസ് അറൗണ്ട് ദ ഓൾഡ് സൺഡയൽ ആൻഡ് പെർഹാപ്സ് ഹീ വിൽ ഗിവ് യു വാട്ട് യു വാണ്ട്. അപ്പോൾ ഈ റോസാ ചെടി എന്താ പറയുന്നത്? പഴയ സൂര്യഘടികാരം നിൽക്കുന്ന സ്ഥലമില്ലേ, ഓൾഡ് സൺഡയൽ എന്ന് പറഞ്ഞാൽ പഴയ സൂര്യഘടികാരം, അവിടേക്ക് പോയാൽ അവിടെ എൻ്റെ ബ്രദർ ഉണ്ട്. ഒരു പക്ഷേ എൻ്റെ ബ്രദറിന് നിങ്ങൾ ചോദിക്കുന്നത് തരാൻ കഴിഞ്ഞേക്കാം എന്നാണ് പറയുന്നത്. സോ ദ നൈറ്റിംഗേൽ ഫ്ലൂ ഓവർ ടു ദ റോസ് ട്രീ ദാറ്റ് വാസ് ഗ്രോയിങ് അറൗണ്ട് ദ ഓൾഡ് സൺഡയൽ. അങ്ങനെ ഈ പഴയ സൂര്യഘടികാരം നിൽക്കുന്ന സ്ഥലത്തോട്ട് ഈ നൈറ്റിംഗേൽ പറന്നുപോയി. ഗിവ് മീ എ റെഡ് റോസ് ഷീ ക്രൈഡ്. എന്നിട്ട് അവിടെ എത്തിയിട്ട് നെക്സ്റ്റ് റോസാ ചെടിയോട് എന്താ പറയുന്നത്? എനിക്കൊരു ചുവന്ന റോസാപ്പൂ തരണം. ആൻഡ് ഐ വിൽ സിങ് യു മൈ സ്വീറ്റസ്റ്റ് സോങ്. പകരമായിട്ട് ഞാൻ നിനക്ക് എൻ്റെ ഏറ്റവും സ്വീറ്റായിട്ടുള്ള പാട്ട് പാടിത്തരാം. ബട്ട് ദ ട്രീ ഷുക്ക് ഇറ്റ്സ് ഹെഡ്. പക്ഷേ ഈ റോസാ ചെടിയും അതിൻ്റെ തലയാട്ടി. മൈ റോസസ് ആർ യെല്ലോ. എൻ്റെ റോസെല്ലാം യെല്ലോ, മഞ്ഞ നിറമുള്ളതാണല്ലേ. ഇറ്റ് ആൻസ്വേർഡ് ആസ് യെല്ലോ ആസ് ദി ഹെയർ ഓഫ് ദി മെർമെയ്ഡ്. ആ യെല്ലോ എങ്ങനത്തെയാണ്? മെർമെയ്ഡ്, മത്സ്യകന്യകയുടെ മുടിയുടെ നിറം പോലെ മഞ്ഞയാണ് എൻ്റെ റോസാപ്പൂക്കളെല്ലാം. ബട്ട് ഗോ ടു മൈ ബ്രദർ ഹൂ ഗ്രോസ് ബെനീത്ത് ദ സ്റ്റുഡൻസ് വിൻഡോ ആൻഡ് പെർഹാപ്സ് ഹീ വിൽ ഗിവ് യു വാട്ട് യു വാണ്ട്. പക്ഷേ നിങ്ങൾ എൻ്റെ ബ്രദറായിട്ടുള്ള ഈ സ്റ്റുഡൻറ്റിൻ്റെ വീടിൻ്റെ ജനലിൻ്റെ താഴെയാണ്. ബെനീത്ത് എന്ന് പറഞ്ഞാൽ താഴെ. ഈ സ്റ്റുഡൻറ്റിൻ്റെ വീടിൻ്റെ ജനലിന് താഴെയായിട്ട് ഒരു റോസാ ചെടി വളരുന്നുണ്ടല്ലേ. മേ ബി ചിലപ്പോൾ അതിന് നിങ്ങൾക്ക് വേണ്ടത് തരാൻ കഴിഞ്ഞേക്കാം. സോ ദ നൈറ്റിംഗേൽ ഫ്ലൂ ടു ദ റോസ് ട്രീ ദാറ്റ് വാസ് ഗ്രോയിങ് ബെനീത്ത് ദ സ്റ്റുഡൻസ് വിൻഡോ. അങ്ങനെ ഈ നൈറ്റിംഗേൽ സ്റ്റുഡൻറ്റിൻ്റെ വിൻഡോക്ക് താഴെ വളരുന്ന റോസാ ചെടിയുടെ അടുത്തേക്ക് പോയി. ഗിവ് മീ എ റെഡ് റോസ്. എനിക്കൊരു ചുവന്ന റെഡ് റോസ് തരുമോ? ഷീ ക്രൈഡ്. അവൾ ചോദിച്ചു. ആൻഡ് ഐ വിൽ സിങ് യു മൈ സ്വീറ്റസ്റ്റ് സോങ്. ഇതിന് പകരമായിട്ട് ഞാൻ നിനക്ക് എൻ്റെ ഏറ്റവും സ്വീറ്റായിട്ടുള്ള ഏറ്റവും മധുരമുള്ള ഗാനം പാടിത്തരാം. ബട്ട് ദ ട്രീ ഷുക്ക് ഇറ്റ്സ് ഹെഡ്. പക്ഷേ ഈ റോസാ ചെടിയും അതിൻ്റെ തലയാട്ടി. എന്നിട്ട് എന്താ പറയുന്നത്? മൈ റോസസ് ആർ റെഡ്. എൻ്റെ റോസെല്ലാം റെഡ് കളറിലുള്ളതാണ്. ആസ് റെഡ് ആസ് ദ ഫീറ്റ് ഓഫ് ദ ഡോഗ്. അതെങ്ങനത്തെയാണ്? പ്രാവുകളുടെ കാലിൻ്റെ ചുവപ്പ് നിറം പോലെ. ആൻഡ് റെഡർ ദാൻ ദി ഗ്രേറ്റ് ഫാൻസ് ഓഫ് കോറൽ ദാറ്റ് വേവ് ആൻഡ് വേവ് ഇൻ ദ ഓഷ്യൻ കാവേൺ. സമുദ്രത്തിൻ്റെ നിലവറയിൽ കാണപ്പെടുന്ന പവിഴപ്പുറ്റുകളെക്കാൾ മനോഹരമായ റെഡ് കളർ. കോറൽ എന്ന് പറഞ്ഞാൽ പവിഴപ്പുറ്റ്. ബട്ട് ദ വിൻ്റർ ഹാസ് ചിൽഡ് മൈ വെയിൻസ്. പക്ഷേ എൻ്റെ വെയിൻസ്, എൻ്റെ ഞരമ്പുകളെല്ലാം വിൻ്റർ മഞ്ഞുകാലം വന്നിട്ട് ചിൽഡ് മൈ വെയിൻസ് മരവിപ്പിച്ചിട്ടുണ്ടല്ലേ. ആൻഡ് ദ ഫ്രോസ്റ്റ് ഹാസ് നിപ്ഡ് മൈ ബഡ്സ്. ആ മഞ്ഞ് എൻ്റെ ബഡ്സ് പൂമുട്ടുകളൊക്കെ നുള്ളിക്കളഞ്ഞു. ആൻഡ് ദ സ്റ്റോം ഹാസ് ബ്രോക്കൺ മൈ ബ്രാഞ്ചസ്. പിന്നീടോ സ്റ്റോം, വലിയ കാറ്റ് വന്നിട്ട് എൻ്റെ ബ്രാഞ്ചസ്, ശിഖരങ്ങൾ, കൊമ്പുകളെല്ലാം നശിപ്പിച്ചു. ആൻഡ് ഐ ഷോൾ ഹാവ് നോ റോസസ് അറ്റ് ഓൾ ദിസ് ഇയർ. അതുകൊണ്ട് ഈ വർഷം എനിക്ക് ഒരു റോസും എൻ്റെ ഇല്ല. വൺ റെഡ് റോസ് ഈസ് ഓൾ ഐ വാണ്ട് ക്രൈഡ് ദ നൈറ്റിംഗേൽ. എനിക്ക് ഒരേ ഒരു റെഡ് റോസ് മാത്രം മതി എന്ന് നമ്മുടെ നൈറ്റിംഗേൽ പറയാണ്. ഓൺലി വൺ റെഡ് റോസ്, ഈസ് ദർ നോ വേ ബൈ വിച്ച് ഐ ക്യാൻ ഗെറ്റ് ഇറ്റ്. എനിക്ക് ഒരേ ഒരെണ്ണം മതി, ഒരേ ഒരെണ്ണം കിട്ടാൻ ഒരു വഴിയുമില്ലേ എന്നാണ് ചോദിക്കുന്നത്. ദർ ഈസ് എ വേ ആൻസേർഡ് ദ ട്രീ. ഒരു വഴിയുണ്ട്. ഇറ്റ് ഈസ് സോ ടെറിബിൾ ദാറ്റ് ഐ ഡെയർ നോട്ട് ടു ടെൽ ഇറ്റ് യു. ഒരു വഴിയുണ്ടല്ലേ, പക്ഷേ അത് ഭയങ്കര ഭയാനകം. ടെറിബിൾ എന്ന് പറഞ്ഞാൽ ഭയാനകമാണ്. സോ അതെനിക്ക് പറയാൻ കഴിയില്ല. ടെൽ ഇറ്റ് മീ സെഡ് ദ നൈറ്റിംഗേൽ. ഐ ആം നോട്ട് അഫ്രെയ്ഡ്. അതെന്നോട് പറയൂ എന്ന് നൈറ്റിംഗേൽ പറയാണ്. എനിക്ക് പേടിയൊന്നുമില്ല. അഫ്രെയ്ഡ് എന്ന് പറഞ്ഞാൽ പേടി. എനിക്ക് പേടിയൊന്നുമില്ല, അതെന്നോട് പറയൂ എന്ന് പറഞ്ഞു. ഇഫ് യു വാണ്ട് എ റെഡ് റോസ് സെഡ് ദ ട്രീ. എന്നിട്ട് ട്രീ പറയാണ്, ഇഫ് യു വാണ്ട് എ റെഡ് റോസ്, നിനക്കൊരു റെഡ് റോസ് വേണമെങ്കിൽ യു മസ്റ്റ് ബിൽഡ് ഇറ്റ് ഔട്ട് ഓഫ് മ്യൂസിക് ബൈ മൂൺലൈറ്റ് ആൻഡ് സ്റ്റെയിൻ ഇറ്റ് വിത്ത് യുവർ ഹാർട്ട്സ് ബ്ലഡ്. എന്താ പറയുന്നത്? നിനക്ക് റെഡ് റോസ് വേണമെങ്കിൽ ചന്ദ്രൻ്റെ പ്രകാശത്തിൽ നിൻ്റെ ഹൃദയത്തിൻ്റെ രക്തം കൊണ്ട് വേണം നീ അത് ആ റെഡ് റോസിന് നിറം പകർന്നെടുക്കാൻ. യു മസ്റ്റ് സിങ് ടു മീ വിത്ത് യുവർ ബ്രസ്റ്റ് എഗെയിൻസ്റ്റ് എ തോൺ. എൻ്റെ മുള്ളിൻ്റെ പുറത്ത് നിൻ്റെ ബ്രസ്റ്റ്, നെഞ്ച് വെച്ചിട്ട്, ചെസ്റ്റ് വെച്ചുകൊണ്ട് നീ പാട്ട് പാടണം. ഓൾ നൈറ്റ് ലോങ് യു മസ്റ്റ് സിങ് ടു മീ ആൻഡ് ദ തോൺ മസ്റ്റ് പിയേഴ്സ് യുവർ ഹേർട്ട് ആൻഡ് ലൈഫ് ബ്ലഡ് മസ്റ്റ് ഫ്ലോ ഇൻ ടു മൈ വെയിൻസ് ആൻഡ് ബിക്കം മൈൻ. ഓൾ നൈറ്റ് ലോങ്, രാത്രി മുഴുവൻ നീ എനിക്ക് പാട്ട് പാടണം. ആൻഡ് ദ തോൺ മസ്റ്റ് പിയേഴ്സ് യുവർ ഹേർട്ട്. അങ്ങനെ ആ മുള്ള് നിൻ്റെ ഹൃദയത്തിൽ തറച്ചു കയറും. പിയേഴ്സ് എന്ന് പറഞ്ഞാൽ തറച്ചു കയറും. ആൻഡ് ലൈഫ് ബ്ലഡ് മസ്റ്റ് ഫ്ലോ ഇൻ ടു മൈ വെയിൻസ്. അങ്ങനെ നിൻ്റെ ആ രക്തം, നിൻ്റെ ജീവൻ്റെ രക്തം എൻ്റെ ഞരമ്പിലേക്ക് ഒഴുകി വരണം. ആൻഡ് ബിക്കം മൈൻ, അതെൻ്റേതായിട്ട് മാറണം. നൈറ്റിംഗേലിനോട് പറയുന്നത് എന്താണ്? ഒരേ ഒരു വഴിയേ ഉള്ളൂ റെഡ് റോസ് കിട്ടണമെങ്കിൽ. എന്താണ്?
നിന്റെ ഹൃദയം എൻ്റെ മുള്ളിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ഒരു റെഡ് റോസ് ഉണ്ടാക്കണം. അതെങ്ങനെയായിരിക്കണം? ചന്ദ്രൻ്റെ പ്രകാശത്തിൽ വേണം അത് ചെയ്യാൻ. നിന്റെ ബ്രസ്റ്റ് എൻ്റെ മുള്ളിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ആ രക്തം എന്നിലേക്ക് ഒഴുകിവന്ന് അതൊരു പൂവായിട്ട് മാറണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ നൈറ്റിംഗേൽ അതിൻ്റെ ജീവന് ആ കുട്ടിക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുകയാണല്ലേ. അതായത് ഒരു ട്രൂ ലവറിനെ കണ്ടു ഞാൻ എന്ന് പറയുകയാണ്. എന്നിട്ട് ആ ട്രൂ ലവറിന് വേണ്ടിയിട്ടാണ് ഒരു റെഡ് റോസ് സമ്മാനിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പെടുത്താൻ ഒരുങ്ങുകയാണല്ലേ നൈറ്റിംഗേൽ. അപ്പോൾ ഈ പറയുന്നത് കേട്ടപ്പോൾ നമ്മുടെ നൈറ്റിംഗേൽ എന്താ മറുപടി പറയുന്നത്? ഡെത്ത് ഈസ് എ ഗ്രേറ്റ് പ്രൈസ് ടു പേ ഫോർ എ റെഡ് റോസ്, ക്രൈഡ് ദ നൈറ്റിംഗേൽ. ഒരു റെഡ് റോസിന് വേണ്ടിയിട്ട് മരിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണല്ലേ. ആൻഡ് ലൈഫ് ഈസ് വെരി ഡിയർ ടു ഓൾ. പിന്നെ ജീവിതം എന്ന് പറയുന്നത് എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്. ഇറ്റ് ഈസ് പ്ലസൻറ്റ് ടു സിറ്റ് ഇൻ ദ ഗ്രീൻ വുഡ് ആൻഡ് ടു വാച്ച് ദ സൺ ഇൻ ദ ചാരിയറ്റ് ഓഫ് ഗോൾഡ് ആൻഡ് ദ മൂൺ ഇൻ ഹെർ ചാരിയറ്റ് ഓഫ് പേൾ. ഈ നൈറ്റിംഗേൽ താമസിക്കുന്നത് ഓക്ക് ട്രീയിലൊരു നെസ്റ്റിലാണല്ലേ. അപ്പോൾ ആ ഓക്ക് മരത്തിലിരുന്ന് സൂര്യൻ്റെ സ്വർണ്ണരഥത്തിലിരിക്കുന്നത് കാണാനും പേളിൻ്റെ രഥത്തിലിരുന്ന്, പേളെന്ന് പറഞ്ഞാൽ പവിഴത്തിൻ്റെ രഥത്തിലിരുന്ന് മൂണിനെ കാണാനും വളരെ മനോഹരമായ കാഴ്ചയാണ്. സ്വീറ്റ് ഈസ് എ സെൻറ്റ് ഓഫ് ഹോത്തോൺ ആൻഡ് സ്വീറ്റ് ആർ ദി ബ്ലൂബെൽസ് ദാറ്റ് ഹൈഡ് ഇൻ ദ വാലി ആൻഡ് ദ ഹെദർ ദാറ്റ് ബ്ലോസ് ഓൺ ദ ഹിൽ. യെറ്റ് ലവ് ഈസ് ബെറ്റർ ദാൻ ലൈഫ് ആൻഡ് വാട്ട് ഈസ് ദ ഹാർട്ട് ഓഫ് എ ബേർഡ് കമ്പയർഡ് ടു ദ ഹാർട്ട് ഓഫ് എ മാൻ. ഹാത്തോൺ എന്ന് പറയുന്നത് ഒരു ചെടിയാണ് കേട്ടോ. ആ ചെടിയുടെ മണം, അതുപോലെ തന്നെ ബ്ലൂബേഴ്സിൻ്റെ സ്വീറ്റ്, പിന്നെ ഹെദർ ചെടികളുടെ ഭംഗി, ഇതൊക്കെ മനോഹരമാണ്. പക്ഷേ ലൈഫിനേക്കാളും നല്ലത് സ്നേഹമാണ്. ലവ് ഈസ് ബെറ്റർ ദാൻ ലൈഫ്. ലൈഫിനേക്കാളും നല്ലത് സ്നേഹമാണ്. പക്ഷേ ഒരു ബേർഡിൻ്റെ ഹൃദയത്തെ മനുഷ്യ ഹൃദയവുമായി കമ്പയർ ചെയ്യാൻ പറ്റുമോ? സോ ഷീ സ്പ്രെഡ് ഹെർ ബ്രൗൺ വിങ്സ് ഫോർ ഫ്ലൈറ്റ്. അങ്ങനെ അവളുടെ ബ്രൗൺ വിങ്സ്, ചിറകുകൾ, ഫ്ലൈറ്റ് പറക്കാൻ വേണ്ടി ഉയർത്തി. ആൻഡ് സോർഡ് ഇൻ ടു ദ എയർ. അങ്ങനെ ആകാശത്തിലോട്ട് ഉയർന്നു പൊങ്ങി. ഷീ സ്വെപ്റ്റ് ഓവർ ദ ഗാർഡൻ ലൈക്ക് എ ഷാഡോ ആൻഡ് ലൈക്ക് എ ഷാഡോ ഷീ സെയിൽഡ് ത്രൂ ദ ഗ്രോവ്. അങ്ങനെ ഇവൾ ഉയർന്നു പൊങ്ങിയിട്ട് ആദ്യം ഗാർഡനിലൂടെയും പിന്നെ ഈ ഗ്രോവ് തോട്ടത്തിലൂടെയും പറന്ന് നടന്നു. ദ യങ് സ്റ്റുഡൻറ്റ് വാസ് സ്റ്റിൽ ലൈയിങ് ഓൺ ദി ഗ്രാസ് വെർ ഷീ ഹാഡ് ലെഫ്റ്റ് ഹിം ആൻഡ് ദ ടിയേഴ്സ് വർ നോട്ട് ഡ്രൈ ഇൻ ഹിസ് ബ്യൂട്ടിഫുൾ ഐസ്. അപ്പോഴും ഈ യങ് സ്റ്റുഡൻറ്റ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലേ. സ്റ്റിൽ ലൈയിങ് ഓൺ ദ ഗ്രാസ്. ആ പുല്ലിൽ തന്നെ ഇരുന്നു കൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ ആ ബ്യൂട്ടിഫുൾ ഐസ്, വളരെ ഭംഗിയുള്ള ഐസിൽ ഇപ്പോഴും കണ്ണുനീര് ഉണങ്ങിയിട്ടില്ല. അതായത് അവൻ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണല്ലേ. അവൻ എന്താണ്, ഒരു റെഡ് റോസ് വേണം, എന്നാലേ അവൻ്റെ ലവറിൻ്റെ കൂടെ അവന് നാളെ ഡാൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ബി ഹാപ്പി ക്രൈഡ് ദ നൈറ്റിംഗേൽ. അപ്പോൾ ഈ കരയുന്ന അവനോട് നൈറ്റിംഗേൽ പറയാണ്, ബി ഹാപ്പി, സന്തോഷവാനായിട്ടിരിക്കുക, സങ്കടപ്പെടണ്ട എന്ന് പറയാണ്. ബി ഹാപ്പി, യു ഷോൾ ഹാവ് യുവർ റെഡ് റോസ്. നീ സന്തോഷവാനായിട്ടിരിക്കും, നിനക്ക് നിൻ്റെ റെഡ് റോസ് കിട്ടും. ഐ വിൽ ബിൽഡ് ഇറ്റ് ഔട്ട് ഓഫ് മ്യൂസിക് ബൈ മൂൺലൈറ്റ് ആൻഡ് സ്റ്റെയിൻ ഇറ്റ് വിത്ത് മൈ ഓൺ ഹാർട്ട്സ് ബ്ലഡ്. ഞാനത് മൂൺലൈറ്റിൽ, ചന്ദ്രപ്രകാശത്തിൽ എൻ്റെ ബ്ലഡ് കൊണ്ട് ഉണ്ടാക്കിത്തരാം. പക്ഷേ ഓൾ ദാറ്റ് ഐ ആസ്ക്ഡ് ഫോർ യു ഇൻ റിട്ടേൺ ഇസ് ദാറ്റ് യു വിൽ ബി ദ ട്രൂ ലവർ. പക്ഷേ അതിന് പകരമായി നീ എനിക്ക് തരേണ്ടത് എന്തുമാത്രമാണ്? നീ ഒരു ട്രൂ ലവർ. വിൽ ബി എ ട്രൂ ലവർ. നീ ഒരു ട്രൂ ലവർ, നല്ല യഥാർത്ഥ പ്രണയിതാവ് ആയിരിക്കണം, എപ്പോഴും ഒരു ട്രൂ ലവർ ആയിരിക്കണം എന്നാണ് നൈറ്റിംഗേൽ പറയുന്നത്. അതായത് ഞാൻ നിനക്ക് റെഡ് റോസ് തരാം, അതിന് പകരമായിട്ട് നീ എപ്പോഴും ഒരു ട്രൂ ലവറായിട്ട് ഇരിക്കണം എന്നാണ് പറയുന്നത്. ദ സ്റ്റുഡൻറ്റ് ലുക്ക്ഡ് അപ്പ് ഫ്രം ദ ഗ്രാസ്. അതുകൊണ്ടിങ്ങനെ കേട്ടപ്പം ഈ സ്റ്റുഡൻറ്റ് അവനിരിക്കുന്ന പുല്ലിൽ നിന്ന് എഴുന്നേറ്റ് മേലോട്ട് നോക്കി. ആൻഡ് ലിസൺഡ്, കേൾക്കാൻ ശ്രമിച്ചു. ബട്ട് ഹീ കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ നൈറ്റിംഗേൽ വാസ് സെയിങ് ടു ഹിം. പക്ഷേ ഈ നൈറ്റിംഗേൽ എന്താണ് ഈ പറയുന്നതെന്ന് മനസ്സിലാക്കാൻ ഇവന് പറ്റിയില്ല. ഫോർ ഹീ ഓൺലി ന്യൂ ദ തിങ്സ് ദാറ്റ് ആർ റിട്ടൺ ഡൗൺ ഇൻ ബുക്സ്. പക്ഷേ അവനറിയാവുന്നത് എന്ത് മാത്രമാണ്? ബുക്കുകളിൽ എഴുതിയിട്ടുള്ള കാര്യം മാത്രമാണല്ലേ. ഈ നൈറ്റിംഗേൽ പറയുന്നത് ഇവന് മനസ്സിലായില്ല. ബട്ട് ദ ഓക്ക് ട്രീ അണ്ടർസ്റ്റുഡ്. പക്ഷേ ഈ ഓക്ക് ട്രീക്ക് ഇത് മനസ്സിലായി. ഓക്ക് ട്രീയുടെ ബ്രാഞ്ചിലല്ലേ ഒരു കൂട് കൂട്ടിയിട്ട് ഈ നൈറ്റിംഗേൽ താമസിക്കുന്നത്. അപ്പോൾ ഈ നൈറ്റിംഗേൽ പറഞ്ഞ കാര്യം, അതിൻ്റെ ബ്ലഡ് വെച്ചിട്ട് ഒരു റോസ് ഇവന് ഉണ്ടാക്കി തരാം എന്നത് ഈ ഓക്ക് ട്രീക്ക് മനസ്സിലായി. ആൻഡ് ഫെൽറ്റ് സാഡ്, അതിന് സങ്കടം തോന്നി. ബട്ട് ഹീ വാസ് വെരി ഫോണ്ട് ഓഫ് ദി നൈറ്റിംഗേൽ ഹൂ ഹാഡ് ബിൽഡ് ഹെർ നെസ്റ്റ് ഓൺ ഇറ്റ്സ് ബ്രാഞ്ചസ്. ഈ ഓക്ക് ട്രീയും ഈ നൈറ്റിംഗേൽ തമ്മിൽ ഭയങ്കര ഫോണ്ട് എന്ന് പറഞ്ഞാൽ നല്ല കൂട്ടായിരുന്നു. കാരണം അതിൻ്റെ ചില്ലയിലാണല്ലോ ഈ നൈറ്റിംഗേൽ കൂട് കൂട്ടിയിരുന്നത്. സിങ് മീ വൺ ലാസ്റ്റ് സോങ് ഹീ വിസ്പേർഡ്. അപ്പോൾ ഈ ഓക്ക് ട്രീ ഇതെല്ലാം കേട്ട് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ നൈറ്റിംഗേലിനോട് പറയാണ്, എനിക്ക് അവസാനമായിട്ട് ഒരു പാട്ട് കൂടെ പാടിത്തരണം. ഐ ഷോൾ ഫീൽ വെൻ യു ആർ ഗോൺ. നീ പോയി കഴിഞ്ഞാലും എനിക്ക് അത് ഫീൽ ചെയ്യുമല്ലോ. സോ ദ നൈറ്റിംഗേൽ സാങ് ടു ദ ഓക്ക് ട്രീ. അതുകൊണ്ട് തന്നെ നൈറ്റിംഗേൽ
ഈ ഓക്ക് ട്രീക്ക് ഒരു പാട്ട് പാടിക്കൊടുക്കുകയാണ്. ആൻഡ് ഹെർ വോയിസ് വാസ് ലൈക്ക് വാട്ടർ ബബ്ലിംഗ് ഫ്രം എ സിൽവർ ജാർ. അപ്പോൾ ഈ പാട്ട് പാടുന്ന നൈറ്റിംഗെയിലിൻ്റെ സൗണ്ട് എങ്ങനെയാണെന്നാണ് പറയുന്നത്? ലൈക്ക് എ വാട്ടർ ബബ്ലിംഗ് ഫ്രം എ സിൽവർ ജാർ. ഒരു സിൽവർ ജാറിൽ നിന്ന് വാട്ടർ ഒഴുകുന്നത് പോലെയാണ് ഈ നൈറ്റിംഗെയിലിൻ്റെ സൗണ്ട്. വെൻ ഷീ ഹാഡ് ഫിനിഷ്ഡ് ഹെർ സോങ് ദ സ്റ്റുഡൻറ്റ് ഗോട്ട് അപ്പ് ആൻഡ് പുൾഡ് എ നോട്ട് ബുക്ക് ആൻഡ് എ പെൻസിൽ. അപ്പോൾ ഈ നൈറ്റിംഗെയിൽ പാടിക്കഴിഞ്ഞപ്പോൾ ഈ സ്റ്റുഡൻ്റ് എണീറ്റ് അവൻ്റെ ഒരു നോട്ട്ബുക്കും പെൻസിലും എടുത്തു. ആൻഡ് വെൻ ദ മൂൺ ഷോൺ ഇൻ ദ ഹെവൻസ് ദ നൈറ്റിംഗെയിൽ ഫ്ലൂ ടു ദ റെഡ് റോസ് ട്രീ. അങ്ങനെ ഈ ചന്ദ്രപ്രകാശം വന്ന സമയത്ത് ഈ നൈറ്റിംഗെയിൽ ആ റോസ് ട്രീയുടെ റെഡ് റോസ് ട്രീ ഉണ്ടാകുന്ന ആ റോസാ ചെടിയുടെ അടുത്ത് പോയി. രാത്രിയിൽ ഈ റെഡ് റോസിൻ്റെ മുള്ളിലേക്ക് തൻ്റെ ഹൃദയം ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ ചോര കൊണ്ട് ഒരു റെഡ് റോസ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞതല്ല. അതുകൊണ്ട് മൂൺലൈറ്റ് വന്ന സമയത്ത് നൈറ്റിംഗെയിൽ ഈ റെഡ് റോസ് ചെടിയുടെ അടുത്തേക്ക് പോയി. ആൻഡ് സെറ്റ് ഹെർ ബ്രസ്റ്റ് അഗെയിൻസ്റ്റ് ദ തോൺ. അങ്ങനെ ആ ചെടിയുടെ തോൺ എന്ന് പറഞ്ഞാൽ മുള്ളിന് അഗെയിൻസ്റ്റ് ആയിട്ട് അവളുടെ ചെസ്റ്റ് വെച്ച് കൊടുത്തു. ഓൾ നൈറ്റ് ലോങ് ഷീ സാങ്. അങ്ങനെ ആ രാത്രി മുഴുവൻ അവൾ പാടി. വിത്ത് ഹെർ ബ്രസ്റ്റ് അഗെയിൻസ്റ്റ് ദ തോൺ. അവളുടെ ശരീരം ആ മുള്ളിലേക്ക് കുത്തിയിറക്കിക്കൊണ്ട്. ആൻഡ് ദ കോൾഡ് ക്രിസ്റ്റൽ മൂൺ ലീൻ ഡൗൺ ആൻഡ് ലിസൺഡ്. അപ്പോൾ അവൾ പാടുന്ന ഈ പാട്ട് കേട്ടിട്ട് പളുങ്ക് പോലെ തണുത്തിരിക്കുന്ന മൂണ് കുനിഞ്ഞു നിന്നു. ലീൻഡ് എന്ന് പറഞ്ഞാൽ കുനിഞ്ഞു നിന്നു. ആ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് കുനിഞ്ഞു നിന്നു. ഓൾ നൈറ്റ് ലോങ് ഷീ സാങ് ആൻഡ് ദ തോൺ വെൻ ഡീപ്പർ ആൻഡ് ഡീപ്പർ ഇൻ ടു ഹെർ ബ്രസ്റ്റ് ആൻഡ് ഹെർ ലൈഫ് ബ്ലഡ് എബ്ഡ് എവേ ഫ്രം ഹെർ. അങ്ങനെ ആ രാത്രി മുഴുവൻ അവൾ നന്നായിട്ട് പാടിയല്ലേ. അങ്ങനെ പാടുന്നതോടൊപ്പം തന്നെ ആ മുള്ള് അവളുടെ ശരീരത്തിലേക്ക് കൂടുതൽ കൂടുതൽ തറച്ചു കയറി. അങ്ങനെ അവളുടെ ആ ശരീരത്തിലെ രക്തം അവളിൽ നിന്ന് ഒലിച്ചിറങ്ങി. ഓൺ ദ ടോപ്പ് മോസ്റ്റ് സ്പ്രേ ഓഫ് ദ റോസ് ട്രീ ദർ ബ്ലോസംഡ് എ മാർവലസ് റോസ് പെറ്റൽ ഫ്ലോയിങ് പെറ്റൽ ആസ് സോങ് ഫോളോഡ് സോങ്. എന്താണ് ഈ പാട്ടുകൾക്ക് പിന്നാലെ പാട്ടിങ്ങനെ ഇവൾ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ആ റോസാ ചെടിയുടെ മേലെ, ടോപ്പ് മോസ്റ്റ് എന്ന് പറഞ്ഞാൽ മേലെ, ആ റോസാ ചെടിയുടെ ടോപ്പ് മോസ്റ്റ് മേലെ അങ്ങനെ ഒരു റോസ് വിരിയാൻ തുടങ്ങി. ഓരോ ഇതളുകളായിട്ടുണ്ടാവാൻ തുടങ്ങി. പെറ്റൽസ് ഫോളോയിങ് പെറ്റൽ എന്ന് പറഞ്ഞാൽ ഓരോരോ ഇതളുകളായിട്ട്. മാർവലസ് റോസ് എന്താണ്? ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റോസാണല്ലേ. ബട്ട് ദ ട്രീ ക്രൈഡ് ടു ദ നൈറ്റിംഗെയിൽ ടു പ്രസ് ക്ലോസർ അഗെയിൻസ്റ്റ് തോൺ. പക്ഷേ അവൾ അത്ര ഡീപ്പറായിട്ട് ആ തോൺ മുള്ളിലേക്ക് കുത്തി ഇറക്കിയിട്ടും ഈ ട്രീ എന്താ പറയുന്നത്? ഒന്നുകൂടെ ആഴത്തിൽ കുത്തി ഇറക്ക് എന്നാണ് പറയുന്നത്. പ്രസ് ക്ലോസർ ലിറ്റിൽ നൈറ്റിംഗെയിൽ. ലിറ്റിൽ നൈറ്റിംഗെയിലോട് എന്താണ് പറയുന്നത്? അവളുടെ ഹൃദയം ഒന്നുകൂടെ ക്ലോസ് ആയിട്ട് ആ തോൺ മുള്ളിലേക്ക് പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലേ പറയുന്നത്. ക്രൈഡ് ദ ട്രീ പറയാണ് ഓർ ദ ഡേ വിൽ കം ബിഫോർ ദ റോസ് ഈസ് ഫിനിഷ്ഡ്. അല്ലെങ്കിൽ ഈ റോസ് വിരിയുന്നതിന് മുന്നേ ഡേ ലൈറ്റ് വരും. അതായത് മൂൺലൈറ്റ് പോയിട്ട് ഡേ ലൈറ്റ് വരൂലേ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ റോസ് ഫിനിഷ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്യൂ എന്നാണ് പറയുന്നത്. സോ ദ നൈറ്റിംഗെയിൽ പ്രസ്ഡ് ക്ലോസർ അഗെയിൻസ്റ്റ് ദ തോൺ ആൻഡ് ലൗഡർ ഗ്രൂ ഹെർ സോങ്. അങ്ങനെ ഈ നൈറ്റിംഗെയിൽ വീണ്ടും ഒന്നുകൂടെ ക്ലോസ് ആയിട്ട് അവളുടെ ഹാർട്ട് ആ മുള്ളിലേക്ക് കുത്തി കൊടുക്കുകയാണ്. അപ്പോൾ അവളുടെ സോങ് ലൗഡറായിട്ട് കേൾക്കാൻ തുടങ്ങി. ഈ വേദന കൊണ്ടാണ് കേട്ടോ ഈ ലൗഡറായിട്ട് കേൾക്കുന്നത്. ആൻഡ് എ ഡെലിക്കേറ്റ് ഫ്ലഷ് ഓഫ് പിങ്ക് കെയിം ഇൻ ടു ദ ലീവ്സ് ഓഫ് ദി റോസ്. അങ്ങനെ ആ റോസിലേക്ക് ഭയങ്കര ഡെലിക്കേറ്റ് ഫ്ലഷ് ഓഫ് പിങ്ക് എന്ന് പറഞ്ഞാൽ ഫ്ലഷ് എന്ന് പറഞ്ഞാൽ ബിക്കെയിം റെഡ്, നല്ല റെഡ് കളറായിട്ട് ആ റോസ് വന്നു. ആൻഡ് ദ ട്രീ ക്രൈഡ് ടു ദ നൈറ്റിംഗെയിൽ ടു പ്രസ് ക്ലോസർ അഗെയിൻസ്റ്റ് ദ തോൺ. പ്രസ് ക്ലോസർ ലിറ്റിൽ നൈറ്റിംഗെയിൽ ക്രൈഡ് ദ ട്രീ ദ ഡേ വിൽ കം ബിഫോർ ദ റോസ് ഈസ് ഫിനിഷ്ഡ്. വീണ്ടും ഈ ട്രീ തന്നെയാണല്ലേ പറയുന്നത്. എന്താണ്? പ്രസ് ക്ലോസർ ലിറ്റിൽ നൈറ്റിംഗെയിൽ. ഒന്നുകൂടെ ക്ലോസ് ആയിട്ട് നന്നായിട്ട് പ്രസ് ചെയ്യൂ എന്നാണ് പറയുന്നത് അല്ലേ. മൂൺലൈറ്റ് പോകുന്നതിന് മുന്നേ ഇത് ഫിനിഷ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് ഈ റോസ് കിട്ടൂല. റെഡ് റോസ് കൊടുക്കണ്ട ഈ ബോയ്ക്ക്, അതുകൊണ്ട് ഇത് കിട്ടൂല എന്നാണ് പറയുന്നത്. സോ ദ നൈറ്റിംഗെയിൽ പ്രസ്ഡ് ക്ലോസർ അഗെയിൻസ്റ്റ് ദ തോൺ ആൻഡ് ദ തോൺ ടച്ച്ഡ് ഹെർ ഹാർട്ട് ആൻഡ് എ ഫിയേഴ്സ് പാങ് ഓഫ് പെയിൻ ഷോട്ട് ത്രൂ ഹെർ. അങ്ങനെ വീണ്ടും നല്ല ആഴത്തിൽ അവൾ പ്രസ് ചെയ്തപ്പോൾ അവളുടെ ഹാർട്ട്, ഹൃദയത്തിലേക്ക് ആ മുള്ള് തറച്ച് കയറി. ആൻഡ് എ ഫിയേഴ്സ് പാങ് ഓഫ് പെയിൻ ഷോട്ട് ത്രൂ ഹെർ. ഫിയേഴ്സ് പാങ് ഓഫ് പെയിൻ എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കരമായ വേദന അവളിലൂടെ കടന്നുപോയി. അതായത് ആ മുള്ള് ഹൃദയത്തിലോട്ട് കുത്തിയപ്പോൾ അവൾക്ക് ഭയങ്കരമായി വേദനിച്ചു. ഇവിടെ ഈ പിക്ചർ കണ്ടാൽ മനസ്സിലാവും അല്ലേ. ഇതാണ് നമ്മുടെ റോസ് ട്രീ, ഇതാണ് മൂൺലൈറ്റ്, ഇതാണ് നൈറ്റിംഗെയിൽ. അങ്ങനെ നൈറ്റിംഗെയിൽ ഈ റോസിലോട്ട് അതിൻ്റെ ഹാർട്ട് പ്രസ് ചെയ്യാണല്ലേ. അപ്പോൾ ഈ ഇതിലെ മുള്ളുകൾ ഈ നൈറ്റിംഗെയിലിൻ്റെ മേത്ത് തറക്കുകയും അതുവഴി ആ ഹൃദയത്തിൽ തട്ടുകയും ആ ഹൃദയത്തിൽ നിന്ന് ചോര വരികയും ആ ചോരയാണ് പിന്നീട് ഈ പൂവായിട്ട് മാറുന്നതല്ലേ, റെഡ് റോസായിട്ട് മാറുന്നത്.
അങ്ങനെ ഈ റെഡ് റോസാണ് നമ്മുടെ യങ് സ്റ്റുഡൻറ്റിന് കൊടുക്കാൻ പോകുന്നത്. ബിറ്റർ ബിറ്റർ വാസ് ദ പെയിൻ ആൻഡ് വൈൽഡർ grew her song, for she sang of the love that is perfected by death, of the love that dies not in the tomb. അവളുടെ ഹാർട്ടിലോട്ട് ആ മുള്ളു തറച്ചപ്പോൾ സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു അത്. അതുകൊണ്ട് അവളുടെ പാട്ട് കൂടുതൽ കൂടുതൽ വന്യമായി തുടങ്ങി. ടോംബ്, ശവക്കല്ലറകൾക്കും അപ്പുറത്തുള്ള അനശ്വരമായിട്ടുള്ള പ്രണയത്തിന് വേണ്ടിയിട്ടാണ് അവൾ ഇത് ചെയ്തത്. ആ ബോയ്ക്ക് ആ പെൺകുട്ടിയോടുള്ള ലവ് ട്രൂ ആണെന്ന് അവൾക്ക് മനസ്സിലായില്ലേ. ആ ഇത്രയും നല്ലൊരു ട്രൂ ലവറിനെ അവൾ ആദ്യമായിട്ട് കാണാണല്ലേ. അതുകൊണ്ടാണ് അവൾ ആ ബോയ്ക്ക് വേണ്ടിയിട്ട് റെഡ് റോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ജീവൻ പണയം വെച്ചിട്ട് റെഡ് റോസ് ഉണ്ടാക്കി കൊടുക്കുന്നത് അല്ലേ. അപ്പം അനശ്വരമായിട്ടുള്ള പ്രണയത്തിന് വേണ്ടിയിട്ടാണ് അവൾ ഇത് ചെയ്തത്. ആൻഡ് ദ മാർവലസ് റോസ് ബിക്കെയിം ക്രിംസൺ ലൈക്ക് ദ റോസ് ഓഫ് ദി ഈസ്റ്റേൺ സ്കൈ. ആ ബ്യൂട്ടിഫുൾ റോസ്, മാർവലസ് റോസ് എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ റോസ് ബിക്കെയിം ക്രിംസൺ. ക്രിംസൺ മീൻസ് നല്ല റിച്ച് ഡീപ്പ് റെഡ് കളർ ആയിട്ട് മാറി. ലൈക്ക് ദ റോസ് ഓഫ് ദി ഈസ്റ്റേൺ സ്കൈ, അത് ഈസ്റ്റേൺ സ്കൈയിൽ സൂര്യൻ്റെ അസ്തമന സമയത്ത് ചക്രവാളത്തിലെ ചുവന്ന കളറിനെ പോലെ റെഡ് കളറായിട്ട് മാറി. ബട്ട് ദ നൈറ്റിംഗേൽസ് വോയിസ് ഗ്രൂ ഫെയിൻഡർ ആൻഡ് ഹെർ ലിറ്റിൽ വിങ്സ് ബിഗാൻ സോ ബീറ്റ് ആൻഡ് എ ഫിലിം കെയിം ഓവർ ഹെർ ഐസ്. പക്ഷേ നമ്മുടെ ലിറ്റിൽ നൈറ്റിംഗേൽ എന്താ പറ്റിയത്? ബിക്കെയിം ഫെയിൻഡർ, അവൾക്ക് ബലമില്ലാതെ ആയല്ലേ. ആൻഡ് ഹെർ വിങ്സ് ബിഗാൻ ടു ബീറ്റ്, അവൾ ചിറകിട്ടടിക്കാൻ തുടങ്ങി. ആൻഡ് എ ഫിലിം കെയിം ഓവർ ഹെർ ഐസ്, അങ്ങനെ നമ്മുടെ നൈറ്റിംഗേലിൻ്റെ കണ്ണ് അടഞ്ഞു പോകുന്നുണ്ട്. ഫെയിൻഡർ ആൻഡ് ഫെയിൻഡർ ഗ്രൂ ഹെർ സോങ്, അവളുടെ സോങ് വീണ്ടും വീണ്ടും ബലമില്ലാതായിക്കൊണ്ടേയിരുന്നു. ആൻഡ് ഷീ ഫെൽറ്റ് സംതിങ് ചോക്കിംഗ് ഇൻ ഹെർ ത്രോട്ട്, എന്നിട്ട് അവൾക്ക് അവളുടെ തൊണ്ടയിൽ സംതിങ് ചോക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്തോ ശ്വാസം മുട്ടുന്ന പോലെ, എന്തോ തട്ടുന്നത് പോലെ അവൾക്ക് തോന്നി. ദെൻ ഷീ ഗേവ് വൺ ലാസ്റ്റ് ബേസ്റ്റ് ഓഫ് മ്യൂസിക്, അങ്ങനെ അവൾ അവളുടെ അവസാനത്തെ ഒരു മ്യൂസിക് കൂടെ കൊടുത്തു. ദ വൈറ്റ് മൂൺ ഹേർഡ് ഇറ്റ് ആൻഡ് ഷീ ഫോർഗോട്ട് ദ ഡോൺ ആൻഡ് ലിംഗേർഡ് ഓൺ ഇൻ ദ സ്കൈ. അങ്ങനെ ഈ മൂണ് ഈ പാട്ടൊക്കെ കേട്ട് നേരം വെളുത്ത കാര്യം മറന്നുപോയി. അപ്പോഴും ആ സ്കൈയിൽ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. അതായത് മൂണിന് പോവേണ്ട സമയമായി, പക്ഷേ ആ പാട്ടിൽ മതിമറന്ന് പോവാൻ മറന്നുപോയി. ദ റെഡ് റോസ് ഹേർഡ് ഇറ്റ് ആൻഡ് ഇറ്റ് ട്രംബിൾഡ് ഓൾ ഓവർ വിത്ത് എക്സ്റ്റസി ആൻഡ് ഓപ്പൺഡ് ഇറ്റ്സ് പീൽസ് ടു ദ കോൾഡ് മോർണിംഗ് എയർ. നമ്മുടെ നൈറ്റിംഗേലിൻ്റെ ഹാർട്ടിലെ ബ്ലഡ് വെച്ചുണ്ടാക്കിയിട്ടുള്ള ഈ റെഡ് റോസ് ഉണ്ടായില്ലേ, അങ്ങനെ ഈ റെഡ് റോസ് ഈ ലിറ്റിൽ നൈറ്റിംഗേലിൻ്റെ സോങ് ഇങ്ങനെ കേൾക്കുകയാണല്ലേ. എന്നിട്ട് ഇറ്റ് ട്രംബിൾഡ് ഓൾ ഓവർ വിത്ത് എക്സ്റ്റസി, അങ്ങനെ അത് അതിയായിട്ട് സന്തോഷിച്ചു. ആൻഡ് ഓപ്പൺഡ് ഇറ്റ്സ് പീൽസ് ടു ദ കോൾഡ് മോർണിംഗ് എയർ, റെഡ് റോസ് കോൾഡ് മോർണിംഗിലേക്ക് അതിലെ പെറ്റൽസ് പൂക്കളുടെ ഇതളുകൾ വിരിച്ചു. ലുക്ക് ലുക്ക് ക്രൈഡ് ദ ട്രീ, ദ റോസ് ഈസ് ഫിനിഷ്ഡ് നൗ ബട്ട് ദ നൈറ്റിംഗേൽ മെയ്ഡ് നോ ആൻസർ. അങ്ങനെ ഈ പൂവ് ഉണ്ടായതിന് ശേഷം ഈ ട്രീ പറയാണ് നൈറ്റിംഗേലിനോട്, ലുക്ക് ലുക്ക് നോക്ക് നോക്ക്, ദാ ഈ റെഡ് റോസ് ഉണ്ടായി എന്നാണ് പറയുന്നത്. പക്ഷേ നൈറ്റിംഗേൽ ആൻസർ ഒന്നും പറഞ്ഞില്ല. ഫോർ ഷീ വാസ് ലൈങ് ഡെഡ് ഇൻ ദ ലോങ് ഗ്രാസ് വിത്ത് ദ തോൺ ഇൻ ഹെർ ഹാർട്ട്. അപ്പോൾ നോക്കുമ്പോൾ എന്താണ്, നമ്മുടെ ഈ നൈറ്റിംഗേൽ ആ ഗ്രാസിൽ അവളുടെ ഹാർട്ടിൽ ഈ റോസാ ചെടിയിൽ തോൺ മുള്ള് കൊണ്ടിട്ട് താഴെ മരിച്ചു കിടക്കുന്നതാണ് കണ്ടത്. ആൻഡ് അറ്റ് ദ നോൺ ദ സ്റ്റുഡൻറ്റ് ഓപ്പൺഡ് ഹിസ് വിൻഡോ ആൻഡ് ലുക്ക്ഡ് ഔട്ട്. അങ്ങനെ ഉച്ച സമയം ആയപ്പോഴേക്ക് ഈ സ്റ്റുഡൻറ്റ് അവൻ്റെ വിൻഡോ ജനൽ തുറന്നിട്ട് പുറത്തോട്ട് നോക്കി. അവൻ്റെ ജനലിൻ്റെ അടുത്തല്ലേ ഈ റോസാ ചെടി ഉള്ളത്, റെഡ് റോസ് ട്രീ ഉള്ളത്. അപ്പോൾ പുറത്തോട്ട് നോക്കി. വൈ വാട്ട് എ വണ്ടർഫുൾ പീസ് ഓഫ് ലക്ക്. അപ്പോൾ അവൻ അത്ഭുതത്തോടു കൂടി പറയുകയാണ് ഈ റെഡ് റോസ് കണ്ടപ്പോൾ, വാട്ട് എ വണ്ടർഫുൾ പീസ് ഓഫ് ലക്ക്, എന്തൊരു അത്ഭുതമാണിത്, എന്തൊരു ഭാഗ്യമാണ് എനിക്ക്. ഹീ ക്രൈഡ്, ഹിയർ ഈസ് എ റെഡ് റോസ്, ഇവിടെ ഇതാ ഒരു റെഡ് റോസ്. ഐ ഹാവ് നെവർ സീൻ എനി റോസ് ലൈക്ക് ഇറ്റ് ഇൻ ഓൾ മൈ ലൈഫ്, എൻ്റെ ജീവിതത്തിൽ ഇതുപോലൊരെണ്ണം ഞാൻ കണ്ടിട്ടേ ഇല്ല. ആൻഡ് ഹീ ലീൻ ഡൗൺ ആൻഡ് പ്ലക്ഡ് ഇറ്റ്, അവന് കുനിഞ്ഞിട്ട് ആ പൂവ് പറിച്ചു. പ്ലക്ഡ് എന്ന് പറഞ്ഞാൽ പറിച്ചു. ദെൻ ഹീ പുട്ട് ഓൺ ഹിസ് ഹാറ്റ് ആൻഡ് റാൻ അപ്പ് ടു ദ പ്രൊഫസേഴ്സ് ഹൗസ് വിത്ത് ദ റോസ് ഇൻ ഹിസ് ഹാൻഡ്. അങ്ങനെ അവൻ്റെ തൊപ്പിയെല്ലാം വെച്ച് അവൻ അവൻ്റെ പ്രൊഫസറുടെ വീട്ടിലേക്ക് ഓടി. ഈ പ്രൊഫസറിൻ്റെ വീട്ടിലേക്ക് പോകാൻ കാരണം എന്താണ്, പ്രൊഫസറിൻ്റെ മകളാണ് ഇവൻ്റെ ലവർ. അപ്പോൾ ഈ റോസും കൊണ്ട് പ്രൊഫസറിൻ്റെ വീട്ടിലേക്ക് അവൻ ഓടി. ഡോട്ടർ ഓഫ് ദ പ്രൊഫസർ വാസ് സിറ്റിംഗ് ഇൻ ദ ഡോർ വേ വിൻഡിങ് ബ്ലൂ സിൽക്ക് ഓൺ എ റീൽ ആൻഡ് ഹെർ ലിറ്റിൽ ഡോഗ് വാസ് ലൈങ് അറ്റ് ഹെർ ഫീറ്റ്. അങ്ങനെ ഇവൻ ഈ പ്രൊഫസറിൻ്റെ വീട്ടിലോട്ട് പോയപ്പോൾ പ്രൊഫസറിൻ്റെ മകളായിട്ടുള്ള ഇവൻ്റെ ലവർ ബ്ലൂ സിൽക്ക് നൂലിൻ്റെ ചുരുൾ പിടിച്ചിട്ട് വാതിൽക്കൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവളുടെ സൈഡിലായിട്ട് ആരുമുണ്ട്, അവളുടെ ലിറ്റിൽ ഡോഗുമുണ്ട്. യു സെഡ് ദാറ്റ് യു വുഡ് ഡാൻസ് വിത്ത് മീ ഇഫ് ഐ ബ്രോട്ട് യു എ റെഡ് റോസ് ക്രൈഡ് ദ സ്റ്റുഡൻറ്റ്. നീ പറഞ്ഞിട്ടില്ലേ ഞാൻ നിനക്കൊരു റെഡ് റോസ് കൊണ്ടു തന്നാൽ നീ എൻ്റെ കൂടെ ഡാൻസ് ചെയ്യുമെന്ന്.
ഹിയർ ഈസ് ദ റെഡസ്റ്റ് റോസ് ഇൻ ഓൾ ദ വേൾഡ്. ഭൂമിയിലെ ഏറ്റവും റെഡസ്റ്റ്, ഏറ്റവും ചുവപ്പ് നിറമുള്ള പൂവാണ് ഇത്. യു വിൽ വെയർ ഇറ്റ് ടു നൈറ്റ് നെക്സ്റ്റ് ടു യുവർ ഹാർട്ട് ആൻഡ് വി വിൽ ഡാൻസ് ടുഗെദർ. ഇത് നീ ഇന്ന് രാത്രി ആ പാർട്ടിക്ക് വരുമ്പോൾ നിൻ്റെ ഹൃദയത്തിനോട് ചേർത്ത് വെക്കണം. ആൻഡ് വി വിൽ ഡാൻസ് ടുഗെദർ, എന്നിട്ട് നമ്മൾ ഒരുമിച്ച് ഡാൻസ് ചെയ്യും. ബട്ട് ദ ഗേൾ ഫ്രോണ്ട്. പക്ഷേ ഈ ഗേളിൻ്റെ മുഖം വാടിയിരിക്കുകയാണ് അല്ലേ. ഫ്രോണ്ട് എന്ന് പറഞ്ഞാൽ മുഖം വാടിയിരിക്കുകയാണ്. ഐ ആം അഫ്രൈഡ് ഇറ്റ് വിൽ നോട്ട് ഗോ വിത്ത് മൈ ഡ്രസ്. അപ്പോൾ ഇവിടെ എന്താ മറുപടി പറയുന്നത്? എനിക്ക് തോന്നുന്നത് ഇതെൻ്റെ ഡ്രസ്സിന് ചേരില്ലെന്നാണ്. ആൻഡ് ബിസൈഡ്സ് ദ ചാമ്പർലൈൻസ് നെഫ്യൂ ഹാസ് സെൻഡ് മീ സം റിയൽ ജ്വൽസ് ആൻഡ് എവ്രിബഡി നോസ് ദാറ്റ് ജ്വൽസ് കോസ്റ്റ് ഫാർ മോർ ദാൻ ഫ്ലവേഴ്സ്. ചാമ്പർലൈൻസിൻ്റെ നെഫ്യൂ, ചാമ്പർലൈൻസിൻ്റെ മരുമകൻ കുറച്ച് റിയൽ ജ്വൽസ്, യഥാർത്ഥ രത്നങ്ങൾ എനിക്ക് കൊടുത്തയച്ചിട്ടുണ്ട്. അതെല്ലാവർക്കും അറിയാം, എന്ത് പൂക്കളേക്കാൾ വില മതിക്കുന്നതാണ് ജ്വൽസ്, രത്നങ്ങളെന്ന്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? നമ്മുടെ യങ് സ്റ്റുഡൻറ്റ് കൊണ്ടുവന്ന് ഈ നൈറ്റിംഗേൽ ഉണ്ടാക്കി കൊടുത്ത ഈ റെഡ് റോസ് അവൾക്ക് വേണ്ട, അവൾക്ക് ആ വില കൂടിയ ജ്വൽസാണ് വേണ്ടത്. വെൽ അപ്പോൺ മൈ വേർഡ് യു ആർ വെരി അൺഗ്രേറ്റ്ഫുൾ സെഡ് ദ സ്റ്റുഡൻറ്റ് ആംഗ്രിലി. അപ്പോൾ ഇത് കേട്ടപ്പോൾ നമ്മുടെ ഈ സ്റ്റുഡൻറ്റിന് ദേഷ്യം പിടിക്കാണല്ലേ. എന്നിട്ട് അവൻ എന്താ പറയുന്നത്? എന്നെ സംബന്ധിച്ച് ഏറ്റവും നന്ദിയില്ലാത്തൊരു പെൺകുട്ടി നീയാണ്. ആൻഡ് ഹി ത്രീ ദ റോസ് ഇൻ ടു ദ സ്ട്രീറ്റ്. എന്നിട്ട് അവൻ ആ റോസ് ഒരു തെരുവിലേക്ക് വലിച്ചെറിഞ്ഞു. വേർ ഇറ്റ് ഫെൽ ഇൻ ടു ദ ഗട്ടർ. അതൊരു ഗട്ടറിലോട്ട് വീണു. ആൻഡ് എ കാർട്ട് വീൽ വെൻറ്റ് ഓവർ ഇറ്റ്. ഒരു വണ്ടി ആ റോസിന് മേലയിലൂടെ പോയി. അങ്ങനെ ആ റോസ് നശിച്ചു പോയി എന്നാണ് പറയുന്നത്. ഒരു ഉപകാരമില്ലാത്ത രീതിയിലായിപ്പോയി. വാട്ട് എ സില്ലി തിങ് ലവ് ഈസ് സെഡ് ദ സ്റ്റുഡൻറ്റ് ആസ് ഹി വാക്ക്ഡ് അവേ. എന്നിട്ട് അവൻ നടന്നു പോകുന്നതിനടുക്ക് അവൻ പറയുന്നുണ്ട്, വാട്ട് എ സില്ലി തിങ് ലവ് ഈസ്. ഈ പ്രണയം എന്ന് പറയുന്നത് എന്ത് സില്ലി, നിസ്സാരമായ കാര്യമാണല്ലേ. നമ്മുടെ നൈറ്റിംഗേൽ എന്താ പറഞ്ഞിരുന്നത്? പ്രണയം എന്നത് ലൈഫിനേക്കാളും വലുതാണ് അല്ലേ. സ്നേഹം എന്ന് പറയുന്നത് ലൈഫിനേക്കാളും വലുതാണ് എന്നാണ് നമ്മുടെ നൈറ്റിംഗേൽ കണക്കാക്കിയിരുന്നത് അല്ലേ. എന്നാൽ ഈ സ്റ്റുഡൻ്റ് അവസാനം എന്താ പറയുന്നത്? പ്രണയം എന്നത് വെറും നിസ്സാരമാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ നൈറ്റിംഗേൽ ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് ഈ ബോയ്ക്ക് ചെയ്തൊരു ഉപകാരം അവസാനം എന്താണ് ആയത്? ഒരു ഉപകാരമില്ലാത്ത രീതിയിലാണല്ലേ ആയിപ്പോയത്. അപ്പോൾ ഈ കഥയിൽ എന്താണ് പറയുന്നത്? മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിൽ തൻ്റെ സ്വന്തം ജീവൻ പണയപ്പെടുത്തിയിട്ട് ഈ ഒരു നൈറ്റിംഗേൽ ആ യങ് സ്റ്റുഡൻറ്റിന് ഒരു റെഡ് റോസ് സമ്മാനിക്കുകയാണല്ലേ. തൻ്റെ ഹൃദയത്തിലോട്ട് ഒരു മുള്ള് തറപ്പിച്ച് കൊണ്ടിട്ട് രക്തം ഒലിപ്പിച്ച് അതൊരു റെഡ് റോസ് ആക്കി മാറ്റുകയും അത് ഈ സ്റ്റുഡൻറ്റിന് കൊടുക്കുകയും ചെയ്യാണല്ലേ. ഈ സ്റ്റുഡൻ്റ് ഒരു യഥാർത്ഥ ലവറാണെന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് അത് കൊടുക്കുന്നത്. പക്ഷെ അവസാനമായപ്പോഴേക്കും നമ്മുടെ നൈറ്റിംഗേൽ ജീവൻ പോയി എന്നല്ലാതെ ആ റോസാ ചെടി കൊണ്ട് യാതൊരു ഉപകാരവും ഉണ്ടായിട്ടില്ലല്ലേ. ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് കിട്ടുന്നൊരു മെസ്സേജ് ഉണ്ടല്ലേ. എന്താണ്? നമ്മൾ ആവശ്യത്തിന് മാത്രം മറ്റുള്ള ആൾക്കാരെ സഹായിക്കുക. ചിലപ്പോൾ നമ്മളെ സഹായിക്കുന്ന കാര്യമൊന്നും ചിലർ വലിയ കാര്യത്തിലൊന്നും എടുക്കൂല. അപ്പോൾ ഈ സ്റ്റോറി എന്താണ് പറഞ്ഞു തരുന്നത്? മനുഷ്യൻ്റെ ഒരു ആവശ്യ സമയത്ത് പ്രകൃതി ചെയ്തു കൊടുക്കുന്നൊരു ഹെൽപ്പ്, ഒരു ഉപകാരത്തെ പറ്റിയാണല്ലേ ഈ ബോയ്ക്ക് ഒരു റെഡ് റോസിൻ്റെ ആവശ്യം വരികയും ആ ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് നേച്ചറിൽ നിന്നുള്ള നൈറ്റിംഗേൽ ആ ആവശ്യത്തെ നിറവേറ്റി കൊടുക്കുന്നതുമാണല്ലേ ഈ സ്റ്റോറി. അപ്പോൾ നമുക്ക് നമ്മുടെ പല സാഹചര്യത്തിലും നേച്ചർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലേ. അറിഞ്ഞോ അറിയാതെയോ നേച്ചർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു മെസ്സേജാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ കൺവേ ചെയ്യുന്നത്. സോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.